നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് SCERTയുടെ 10ാം ക്ലാസ് 3ാം ചാപ്റ്ററാണ് യാത്രാവൃത്ത്. അപ്പോൾ പരീക്ഷ ഓൺ എക്സാം എത്താറായി. ഓൺ എക്സാമിന് മുമ്പ് എല്ലാ കുട്ടികളും ഈ ഒരു റിവിഷൻ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് കാണാത്ത കുട്ടികൾ അത് കാണുക. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കിടുക്കിയായിരുന്നു, രണ്ടാമത്തെ ഹൈക്കു, മൂന്നാമത് വരുന്നതാണ് യാത്രാവൃത്ത്. റൈൻ ബസേരേമേ അമൃതലാൽ വേഗഡ്. അമൃതലാൽ വേഗഡ് की പദയാത്ര, അമൃതലാൽ വേഗഡെ की നർമ്മദ പദയാത്ര വൃത്താന്ത് കാ നാം ക്യാ ഹെ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആദ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഈ പാഠത്തിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വരുന്നത്. ഇതവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. തീരെ തീരെ നർമ്മദ. അപ്പോൾ അമൃതലാൽ വേഗഡെ की നർമ്മദ പദയാത്ര വൃത്താന്ത് കാ നാം ക്യാ ഹെ. എന്താണ് ആ പദയാത്രയുടെ പേര്? തീരെ തീരെ നർമ്മദ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, रात के आकाश को लेखक ने किससे तुलना की है? हाउस ऑफ काम्स. दिन के आकाश को लेखक ने किसकी तुलना की है? हाउस ऑफ लॉर्ड. दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश हाउस ऑफ काम्स. इससे आपने क्या समझा? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഹൗസ് ഓഫ് കാംസ് ആം ജനതാ കാ സദൻ ഹെ. സാധാരണ ആൾക്കാരുടെ സദനമാണ്. ജിസ്മേ സഭി ലോഗ് പ്രതിനിധിത്വ കർണേ ഹെ. അതിൽ എല്ലാ ആൾക്കാരും ഉൾപ്പെടുന്നുണ്ട്. ജയ്സേ രാത്മേ താരെ ബഹുത്ത് സാരെ ദിക്കായി ദേത്തെ ഹെ. അതായത് രാത്രിയാകുമ്പോൾ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ കാണുന്നത് പോലെ വേ സമൂഹമേ ചലത്തെ ഹെ. അത് കൂട്ടത്തിലൂടെ നടക്കുന്നു. ഹൗസ് ഓഫ് ലോർഡ് അമീർ ലോഗോം കാ സദൻ ഹെ. ഹൗസ് ഓഫ് ലോർഡ് എന്നുള്ളത് പണക്കാരായ ആൾക്കാരുടെ സദനം. വഹാ സീമിത ഓർ വിശിഷ്ട ലോഗ് പ്രവേശ് കർ സക്തേ ഹെ. അവിടെ വിശേഷപ്പെട്ട ആൾക്കാരാണ് പ്രവേശിക്കുന്നത്. ദിൻമേ സൂരജ് അക്കേലെ ആകാശമേ ചലത്താ ഹെ. പകല് സൂര്യൻ ഒറ്റയ്ക്ക് ആകാശത്തൂടെ നടക്കുന്നു. ഇസിലിയെ വിശിഷ്ട ഹോത്താ ഹെ. അതുകൊണ്ടാണ് വിശിഷ്ടമായി തോന്നുന്നത്. വഹാക്കി പകഡങ്കി കൈസീത്തി. അവിടുത്തെ വഴി എങ്ങനത്തെയായിരുന്നു? പകഡങ്കി ഖത്തർനാക് തി. ആറാമത്തത്, പതോഡാക്കി യാത്രാക്കെ ദൗരാൻ ലേഖകോ കിൻ കിൻ മുഷ്കിലോ കാ സാമന കർണ പട. എന്തൊക്കെ പ്രയാസമാണ് ലേഖകന് ആ യാത്രയിൽ അനുഭവപ്പെടേണ്ടി വന്നത്? പതോഡാക്കി യാത്ര ബഹുത്ത് ഖത്തർനാക് തി. വളരെ അപകടം നിറഞ്ഞതായിരുന്നു. പകഡങ്കി പത്തലി ഹോത്തെ ഹോത്തെ ലുപ്ത് ഹോ ഗയി തി. ഓരോ വഴിയിനെ പോകും തോറും കുഞ്ഞു കുഞ്ഞായിട്ട് വരുമായിരുന്നു. തീരെ ചെറുതായി ചെറുതായി വരും. സര ചുക്കേത്തു സീതേ പാനിമേ ഗിർ പടുത്തെ. ഒന്ന് കുനിയാണെങ്കിൽ നേരെ വെള്ളത്തിലേക്ക്. ചടായി ചടുക്കർ ഊപ്പർ ആയേത്തു ഭാരി വർഷാക്കി സംഭാവനാത്തി. അങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. കഹി കോയി നഹി നസർ ആ ജാ രഹേത്തെ. അവിടെ നിന്നും ആരെയും കാണാൻ പോലും ഇല്ല. മന്ദിർ കാ ദർവാസ ഉസ്നെ ഖോൾ ദിയ കിസ്നെ. ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നു. ആരാണ്? മന്ദിർ കാ ദേഖ് രേഖ് കർണേവാല ഗ്രാമീണ. അത് സംരക്ഷിക്കുന്ന ഗ്രാമീണർ. ഖേത്തോമേ കോൺസി ഫസൽ തി. വയലിൽ എന്ത് കൃഷിയാണ് നടന്നിരുന്നത്? സോയാബീൻ. എട്ടാമത്തെ വിട്ടുപോയി. കോൺ ഖാന ബനാരഹാത. ആരാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ചോട്ടു. രാത് കോ ഉഠ്നെ പർ ലേഖനെ കിസ്കോ ദേക്ക വഹ് ക്യാ കർ രഹാത. രാത്രി എണീറ്റപ്പോൾ ലേഖൻ ആരെയാണ് കണ്ടത്? അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? പാഗൽ ആത്മീക്കോ ദേക്കാത്ത. ലേഖന് കണ്ടത് ഒരു ഭ്രാന്തനായിരുന്നു. വഹ് ജോർസെ ഹസ്താത്ത. ഉച്ചത്തിൽ ചിരിക്കുകയായിരുന്നു. ബീച്ച് ബീച്ച് മേ രാമായൺ കി ചൗപ്പായി ബോൾത്താത്ത. ഇടയ്ക്കിടയ്ക്ക് രാമായണ പദങ്ങൾ വായിക്കുമായിരുന്നു. 11ാമത്തത്, വഹ് മന്ദിർ കി ദേഖ് രേഖ് കർണേ വാല ഹെ. അവൻ ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നവനായിരുന്നു. മേ ചുപ് ചാപ് സോ ഗയ. ഞാൻ മിണ്ടാതെ ഉറങ്ങി. വാക്യമേ മേ ഓർ വഹ് കിൻ കിൻ കെ ബദലെ പ്രയുക്തി കേ ഹെ. വാക്യത്തിൽ ഞാൻ അവൻ ഏതൊക്കെയാണ് പ്രയോഗിക്കുന്നത്? അവിടെ വഹ് എന്ന് പറഞ്ഞത് ഗ്രാമീണും മേം എന്ന് പറഞ്ഞത് ലേഖക്. 14ാമത്തത്, 13 തോടി ദേർമേ വിശേഷണം. അവിടെ തോടി ദേർമേ വിശേഷണം വരുന്ന തോടിയാണ്. അടുത്ത് വാക്യ ക്രമബദ്ധ കർക്കെ ലിഖെ. വാക്യം ക്രമത്തിൽ എഴുതാനുള്ളതാണ്. ഖടി ചടായി ചടുക്കർ മുഷ്കിൽ സെ ഊപ്പർ ആയ. വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് മുകളിലോട്ട് വന്നു.
ഊപ്പർ ന ഗഡ്വാഡ്ത്തി ന പകടങ്കി, അവിടെയൊന്നും വേറൊരു വഴിയൊന്നും ഇല്ല. വഹ് കിസി തര പതോട പਹੁഞ്ചി, അവരെങ്ങനെയൊക്കെ പതോട എത്തി. പാനിക്ക് ഡർസെ പതോട ഗാവുമേ രൂക്ന പട, വെള്ളത്തിൻ്റെ ഭയം കാരണം, അത് വെള്ളം കയറിയത് കാരണം ഗ്രാമത്തിൽ തന്നെ താമസിക്കേണ്ടി വന്നു. 15. പാഗൽ ആദ്മി നെ ലേഖസെ ക്യാ കഹ, ഭ്രാന്തൻ ലേഖനോട് എന്താണ് പറഞ്ഞത്? പാഗൽ ആദ്മിനെ കഹാക്കി വഹ് CID ഇൻസ്പെക്ടർ ഹെ, താൻ CID ഇൻസ്പെക്ടർ എന്നാണ് പറഞ്ഞത്. സാദേ വേഷമേ ചോരോങ്കോ പത്താ ലഗാനെ കെ ലിയെ ആയാ ഹെ, സാധാരണ വേഷത്തിൽ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. തുമ്നെ ഗുരുവോം കാ മാൻ ബഡായ കിസ്നെ, നിങ്ങൾ ഗുരുക്കളെ ആദരിക്കുന്നു, ആര്? പാഗൽ ആദ്മി. 17. ഐസാ ലഗ്താ താ മാനോ രാത് കഭി ഖത്തം ഹി നഹി ഹോഗ, രാത്രി അവസാനിക്കാനേ പോകുന്നില്ല എന്നാണ് അന്ന് അനുഭവപ്പെട്ടത്. ലേഖകോ ക്യൂ ഐസാ ലഗാ ഹോഗ, ലേഖകന് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? രാത് കോ ഏക് പാഗൽ ആദ്മി ആയ, രാത്രിയിൽ ഒരു ഭ്രാന്തൻ വന്നു. വഹ് അപ്നെ ആപ്കോ CID ഇൻസ്പെക്ടർ കഹനെ ലഗ, അയാൾ തന്നെ CID ഇൻസ്പെക്ടർ എന്നാണ് പറയുന്നത്. ഓർ ബേസിർ പർ പ്രശ്ന പൂച്ച്നെ ലഗ, തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ജവാബ് നാ ദേത്താ തോ ചാബുക് സെ മാർനെ കി ധംകി ദേത്താ രഹ, മറുപടി പറയാതിരുന്നപ്പോൾ കത്തി കാണിച്ച് ഭയപ്പെടുത്തി. പടോസ് കെ ഘർ സെ കോയി സഹായത കെ ലിയെ ഭി നഹി ആയാ താ, അയൽവക്കത്തു നിന്നും സഹായത്തിന് വേണ്ടി ആരും വന്നില്ല. ഇസ് അവസർ പർ ലേഖകനെ അപ്നെ ആപ്കോ അസഹായ് മഹ്സൂസ് കിയ ഓർ ഐസാ ലഗാ കി യഹ് രാത് കഭി ഖത്തം നഹി ഹോഗ, അപ്പോഴാണ് ലേഖകൻ അനുഭവപ്പെട്ടത് ഈ രാത്രി ഇനി അവസാനിക്കാൻ പോകുന്നില്ല. തലാഷ്നെ കി ബാത്തേ സുൻതേ ഹി ലേഖ ഘബരാ ഗയ, ക്യൂ? ക്യൂങ്കി പിട്ടു മേ സബ്ജി കാട്ട്നെ കാ ചാക്കു ഭി താ, അപ്പോൾ ബാഗ് സെർച്ച് ചെയ്യണമെന്നപ്പോഴും ലേഖകനൊന്ന് ഭയന്നു, കാരണം എന്താണ്? ബാഗിലൊരു കത്തിയുണ്ട്. 20-ാമത്തത് മാച്ച് ചെയ്യാനുള്ളതാണ്. നിരീഹ് കർക്കശ്, വികരാൽ ബേചാര, ഗുരായ പാഗൽപ്പൻ, വിഷുപ്ത് ഭയാനക്. അപ്പോൾ 20 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ വായിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യനും കൂടെ നോക്കി പോവുക, ബാക്കി അടുത്തൊരു വീഡിയോയിൽ തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് റിവിഷനാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അടുത്തൊരു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നൽകുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.